ഇടുക്കിയിലെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നു. പഞ്ചായത്തിലെ 13 വാർഡുകളിലെയും ആളുകൾ ഓരോ ദിവസം രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത കാട്ടാനശല്യമാണ് നിലനിൽക്കുന്നത്. കാട്ടാനശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ കാട്ടാനശല്യത്തിന് ശാശ്വത പ്രശ്നപരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുകയാണ്. പയസ് നഗറിലെ വനവകുപ്പ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത്. പഞ്ചായത്തിലെ 13 വാർഡുകളിലെയും ആളുകൾ ഓരോ ദിവസം രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം കർഷകനെ ആക്രമിച്ച മോഴയാന മറ്റൊരാളെയും ആക്രമിക്കാൻ ശ്രമിച്ചു. കൃഷിവിളയ്ക്കുള്ള വെള്ളം തിരിക്കാൻ പോയ സ്റ്റീഫനാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത്. തലനാരിഴയ്ക്കാണ് ഇയാൾ കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. നേരെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ചാടി ഓടി ആ അടുത്ത വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആ പോസ്റ്റില്ലെന്നെങ്കിൽ ഞാൻ തട്ടിന് ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് നിന്നാണ്. അപ്പോഴത്തെ ഞാൻ തട്ടി വീണ് അവിടെ കഴിഞ്ഞിട്ട് എന്നെ അടുത്ത ആൾ വിളിച്ചെലിപ്പിക്കുകയത്. എന്നിട്ട് അവൻ്റെ വീടിൻ്റെ പുറകിൽ കൂടി തന്നെ പോയത്. ഈ ആന ഭയങ്കര അപകടകാരിയാണ്. ഇത് നമ്മൾ നോക്കിയില്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കളയുന്നൊക്കെയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞു. പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ്. റിസോർട്ടുകളുടെയും വീടുകളുടെയും ഒക്കെ ഗേറ്റുകൾക്കും മതിലുകൾക്കും ആനകൾ നാശം വരുത്തുന്നു. വിനോദസഞ്ചാരികളും കാട്ടാനകളെ ഭയക്കുന്നു. രാത്രികാലത്ത് റോഡിലിറങ്ങി കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആനകൾ ഇത്രത്തോളം ഭീഷണി ഉയർത്തിയിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ആനകളെ പൂർണ്ണമായും ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.